ഐ ലീഗിൽ ഇന്റർ കാശി ചാമ്പ്യന്മാർ കായിക തർക്ക പരിഹാര കോടതിയിൽ നൽകിയ 2 അപ്പീലുകൾ അംഗീകരിച്ചതോടെയാണ് ചർച്ചിൽ ബ്രദേഴ്സിനെ പിന്തള്ളി ഇന്റർ കാശി കിരീടത്തിലേക്ക് എത്തിയത്. ഇന്റർ കാശിയുടെ അപ്പീൽ തള്ളിയ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനും ഉത്തരവ് തിരിച്ചടിയായി. രുചീഷ് വി രവീന്ദ്രൻ ചേർന്നു സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. രുചീഷ്, വീണ്ടും ഐ ലീഗിൽ ഒരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുകയാണ്. എന്താണ് വിവരങ്ങൾ? എന്തായാലും ഇന്ത്യൻ ഫുട്ബോളിന് ഒരു നാണക്കേടാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ. കാരണം ഒരു ലീഗ് അവസാനിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും ചാമ്പ്യന്മാർ ആരാണ് എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഇപ്പോഴാണ് വരുന്നത്. അത് നേരത്തെ ചർച്ചിൽ ബ്രദേഴ്സിനെ ചാമ്പ്യന്മാരാക്കി അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഈ ഒരു പ്രശ്നം ഇന്റർ കാശി ഉന്നയിച്ചിരുന്നു. അവരുടെ 3 പോയിന്റ് അവർക്ക് അർഹതപ്പെട്ട 3 പോയിന്റ് നൽകാത്ത പ്രശ്നം ഉന്നയിച്ചിരുന്നു. പക്ഷെ ആ പ്രശ്നത്തിനൊന്നും പരിഹാരം കാണാതെയാണ് ചാമ്പ്യന്മാരെ പ്രഖ്യാപിച്ചിരുന്നത്. എന്തായാലും ഇപ്പോൾ അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതിയിൽ പോയി 2 അപ്പീലുകൾ സമർപ്പിച്ച് ആ 2 അപ്പീലിലും ഇപ്പോൾ ഇന്റർ കാശി വിജയിച്ചിരിക്കുന്നു. എന്തായാലും ഇന്റർ കാശിയെ ഉടൻ തന്നെ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ചാമ്പ്യന്മാരായി പ്രഖ്യാപിക്കും. ചർച്ചിൽ ബ്രദേഴ്സിന് നേരത്തെ നൽകിയ കിരീടം തിരിച്ചു വാങ്ങേണ്ട ഒരു അവസ്ഥയിലാണ് നിലവിൽ ഇപ്പോൾ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ. നേരത്തെ അയോഗ്യത കൽപ്പിക്കപ്പെട്ട ഒരു കളിക്കാരനുമായി നാംദാരി എഫ് സിയോട് ഇന്റർ കാശി മത്സരിക്കുമ്പോൾ അങ്ങനെ ഒരു കളിക്കാരൻ നാംദാരി എഫ് സിയിൽ ഉണ്ടായിരുന്നു. ഇത് അറിഞ്ഞിട്ടും അതിനൊരു നടപടിയെടുക്കാൻ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ വൈകി. പിന്നീട് ഇന്റർ കാശിക്കെതിരെ ഒരു അപ്പീലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ 2 അപ്പീലുകളും ഇന്റർ കാശി എന്തായാലും അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതിയിൽ വരെ പോയി ആ നിയമ പോരാട്ടത്തിൽ വിജയിച്ചിരിക്കുകയാണ്. നേരത്തെ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ അപ്പീൽ കമ്മിറ്റി ഇന്റർ കാശിക്കെതിരായി നിലപാടെടുത്തതോടെയാണ് അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതിയിലേക്ക് ഈ സംഭവം നീണ്ടത്. എന്തായാലും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇന്ത്യയുടെ ഫുട്ബോളിന് ആകെ ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ ഐ ലീഗിന് ഒരു ചാമ്പ്യന്മാരെ എന്തായാലും തീരുമാനമായിരിക്കുന്നു. ഇന്റർ കാശിയാണ് ഈ സീസണിലെ ചാമ്പ്യന്മാർ.